പക്ഷേ ജാമ്യമില്ല എന്നാണെങ്കിൽ ഏത് തരത്തിലുള്ളൊരു നിയമ പോരാട്ടത്തിലേക്കായിരിക്കും, നേരിട്ട് ഹൈക്കോടതിയിലേക്കായിരിക്കുമോ, എന്താണ് അവരുടെ തീരുമാനം? ജാമ്യം ലഭിച്ചു കഴിഞ്ഞാൽ FIR റദ്ദാക്കുക എന്നൊരാവശ്യം ഇടത് MP-മാർ നേരത്തെ പറഞ്ഞിരുന്നു. അത്തരത്തിലുള്ള പോരാട്ടം തുടരാൻ തന്നെയാണോ തീരുമാനം? പ്രതികൂലമായ ഒരു വിധി ഉണ്ടായാൽ ഹൈക്കോടതി അടക്കം സമീപിക്കുവാൻ തന്നെയാണ് കന്യാസ്ത്രീകളുമായി ബന്ധപ്പെട്ടവർ വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ ഹൈക്കോടതിയെ സമീപിക്കുമ്പോഴും അവരുടെ ജയിൽവാസം അങ്ങനെയാണെങ്കിൽ കൂടും, അതായത് കൂടുതൽ ദിവസം അവർ ജയിലിൽ കഴിയേണ്ടി വരുമെന്നൊരു സാഹചര്യമുണ്ട്. കാരണം തിങ്കളാഴ്ച മാത്രമായിരിക്കും ഇനി ഹൈക്കോടതി പ്രവർത്തിക്കുക. അതുകൊണ്ട് തന്നെ പ്രതികൂലമായ ഒരു വിധി ഉണ്ടായാൽ തിങ്കളാഴ്ച മാത്രമായിരിക്കും ജാമ്യാപേക്ഷ ഹൈക്കോടതിയിൽ സമർപ്പിക്കുവാൻ സാധിക്കുക. അപ്പോൾ എന്നായിരിക്കും പരിഗണിക്കേണ്ടത് കാര്യത്തിൽ പിന്നീടായിരിക്കും ഹൈക്കോടതി ഒരു തീരുമാനമെടുക്കുക. പക്ഷേ ഇന്നൊരു അനുകൂലമായ വിധി ഉണ്ടായാൽ മറ്റൊരു ആവശ്യം കൂടി പ്രതിപക്ഷവും കന്യാസ്ത്രീകളുമായി ബന്ധപ്പെട്ട സഭാ നേതൃത്വവും അതുപോലെ തന്നെ സ്ത്രീകളുടെ സഹോദരങ്ങളടക്കം മുന്നോട്ട് വെക്കുന്നുണ്ട്. അതുകൊണ്ട് അതായത് ഈ കേസ് റദ്ദാക്കണമെന്നതാണ് പ്രധാനമായും അവർ മുന്നോട്ട് വയ്ക്കുന്ന മറ്റൊരു ആവശ്യം. അപ്പോൾ ഈ കേസ് ഇവിടെ തുടർന്നു കഴിഞ്ഞാൽ, ജാമ്യം ലഭിച്ചാലും ഈ കേസ് ഇവിടെ തുടരുമ്പോൾ അവർക്ക് വീണ്ടും ഇവിടെ കോടതികളിൽ ഹാജരാകേണ്ടി വരും, അതിന്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ ഈ കേസ് റദ്ദാക്കണമെന്നൊരു ആവശ്യം കൂടി ഉയർത്തുവാൻ തന്നെ പ്രതിപക്ഷം തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ ആദ്യം ജാമ്യം ലഭിക്കണമെന്ന ആവശ്യം. ഇന്ന് ജാമ്യം ലഭിച്ച് അവർ പുറത്തിറങ്ങണം. കാരണം കഴിഞ്ഞ 8 ദിവസമായി അനധികൃതമായി അവരെ ഈ ജയിലിൽ പാർപ്പിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് പ്രതിപക്ഷം വിമർശിക്കുന്നത്. ഈ കന്യാസ്ത്രീകൾക്കൊപ്പം ഉണ്ടായിരുന്ന പെൺകുട്ടികളുടെ മൊഴിയടക്കം നമ്മൾ കണ്ടതാണ്. അവരെ നിർബന്ധിച്ച് ബജ്രംഗ് ദൾ പ്രവർത്തകർ മർദ്ദിച്ച് കന്യാസ്ത്രീകൾക്കെതിരെ മൊഴി നൽകാൻ നിർബന്ധിച്ചു എന്ന് തന്നെയാണ് ആ പെൺകുട്ടികൾ വ്യക്തമാക്കിയത്. ഈ ബജ്രംഗ് ദൾ നേതാവായ ജ്യോതി ശർമ്മ അവരെ മർദ്ദിച്ചുകൊണ്ട് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള അതിക്രമം നടത്തിയെന്ന പരാതി കൂടി അല്പസമയത്തിനകം തന്നെ ഈ പെൺകുട്ടികൾ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാൻ പോവുകയാണ്. നാരായൺപൂരിലെ പോലീസ് സ്റ്റേഷനിലാണ് ഈ പെൺകുട്ടികൾ പരാതി നൽകാൻ പോകുന്നത്. ജ്യോതി ശർമ്മയുടെ ഭാഗത്തുനിന്ന് അവർക്ക് കയ്യേറ്റം നേരിടേണ്ടി വന്നു, അവരുടെ സ്ത്രീത്വത്തിന് അപമാനം നേരിട്ടു അടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിച്ചാണ് പരാതി നൽകുക. CPI അടക്കമുള്ള പാർട്ടികൾ പൂർണ്ണ പിന്തുണ നൽകിയിട്ടുണ്ട്. ഈ പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള നിയമസഹായം നൽകുക CPI ആയിരിക്കുമെന്ന് സന്തോഷ് കുമാർ MP അല്പം വ്യക്തമാക്കിയിട്ടുണ്ട്. CPI ഓഫീസിലേക്ക് അവർ എത്തിയിട്ടുണ്ട്. അതിലും നാരായൺപൂർ പോലീസ് സ്റ്റേഷനിൽ അല്പസമയത്തിനകം തന്നെ ബജ്രംഗ് ദൾ നേതാവായ ജ്യോതി ശർമ്മയ്ക്കെതിരെ കൂടി ഈ പെൺകുട്ടികൾ പരാതി നൽകാൻ പോവുകയാണ്. അതിലും ബജ്രംഗ് ദളിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാക്കുകയാണ്. ബജ്രംഗ് ദൾ വലിയ രീതിയിൽ പ്രതിരോധത്തിലേക്ക് പോകുന്നു. പക്ഷേ ഛത്തീസ്ഗഡ് BJPയുടെ നിലപാടുകളിൽ മാറ്റം വന്നിട്ടില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. തന്നെയാണ് അരവിന്ദ്, ഇന്നലെ കോടതിയിൽ സംഭവിച്ച കാര്യങ്ങളിൽ പ്രതീക്ഷ നൽകുന്നത് നിർബന്ധിത മതപരിവർത്തനം, മനുഷ്യക്കടത്ത്, ഇത് രണ്ടിലും കൃത്യമായ തെളിവുകൾ അവിടെ അഡ്വക്കേറ്റ് അമൃതോദാസിന് അറിയിക്കാൻ, കോടതിയെ ബോധ്യപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. അതിലാണ് ഒരു പ്രതീക്ഷ. പക്ഷേ പ്രോസിക്യൂഷൻ അതിനെ എതിർത്തിട്ടുണ്ട്. എതിർത്തതിന്റെ ഒരു കാരണമാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. പ്രാരംഭഘട്ടത്തിലുള്ള അന്വേഷണമാണ് എന്നാണ് പ്രോസിക്യൂട്ടർ കോടതിയെ അറിയിച്ചിരിക്കുന്നത്. അതിലൊരു സാധ്യത, ജാമ്യം നിഷേധിക്കാനുള്ള ഒരു സാധ്യത ആ വിഷയത്തിൽ അവിടെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നൽകിയിരിക്കുന്ന പരാതി കൂടി പരിഗണിച്ച്, ഈ ബജ്രംഗ് ദളിനെതിരായിട്ടുള്ള പെൺകുട്ടികളുടെ പരാതി കൂടി പരിഗണിച്ചൊക്കെ ആയിരിക്കുമോ കോടതി ഈ വിഷയത്തിൽ ഒരു വിധി പറയുക? ഇന്നലെ 11 മണിക്കാണ് NIA കോടതിയിൽ കന്യാസ്ത്രീകൾക്ക് വേണ്ടിയുള്ള ജാമ്യാപേക്ഷ സമർപ്പിക്കുന്നത്. തൊട്ടു പിന്നാലെ ഈ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ആ കോടതിയിൽ ഹാജരാക്കാൻ NIA കോടതി നിർദ്ദേശിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ 4 മണിയോടുകൂടി കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ NIA കോടതി സമർപ്പിക്കുന്നു. പിന്നീടാണ് ശക്തമായ വാദം കോടതിയിൽ നടന്നത്. ആദ്യം ബജ്രംഗ് ദളിന്റെ അഭിഭാഷകൻ ശക്തമായ എതിർപ്പ്, ജാമ്യാപേക്ഷ എതിർത്തുകൊണ്ട് ഇത്തരത്തിൽ നിർബന്ധിത മതപരിവർത്തനവും മനുഷ്യക്കടത്തും നടന്നുവെന്ന് തന്നെ ആരോപിക്കുന്നു. ഇവർ പ്രായപൂർത്തിയാകാത്തവരാണെന്ന വാദം ബജ്രംഗ് ദളിന്റെ അഭിഭാഷകൻ ഉയർത്തുന്നു. പക്ഷേ ഇതിന് ശക്തമായ തെളിവുകൾ നിരത്തിക്കൊണ്ട് തന്നെയാണ് സ്ത്രീകൾക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ അതിനെ പ്രതിരോധിച്ചത്. കൃത്യമായ തെളിവുകൾ അവിടെ ഹാജരാക്കാൻ സാധിച്ചിട്ടുണ്ട്. അവർ പ്രായപൂർത്തിയായവരാണ്, മാതാപിതാക്കളുടെ അനുമതിയോടുകൂടിയാണ് ഇവർ കന്യാസ്ത്രീകൾക്കൊപ്പം പോകാൻ എത്തിയത്. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള നിർബന്ധിത മതപരിവർത്തനവും കനിഷ്ഠക്കടത്തും നടന്നിട്ടില്ല എന്ന് തന്നെ ബോധ്യപ്പെടുത്തുവാൻ കന്യാസ്ത്രീകൾക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകന് സാധിച്ചിട്ടുണ്ട്. അതേസമയം പ്രോസിക്യൂഷൻ അത്തരം വാദങ്ങളെ ഒന്നും എതിർത്തിട്ടില്ല. പക്ഷേ പ്രോസിക്യൂഷൻ വ്യക്തമാക്കിയത് ഈ അന്വേഷണം അതിന്റെ ആദ്യഘട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ ജാമ്യാപേക്ഷ നൽകരുതെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ ചൂണ്ടിക്കാണിച്ചു. പക്ഷേ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല എന്നതാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ തന്നെ വ്യക്തമാക്കിയത്. അപ്പോൾ എന്തായിരിക്കും ഇനി NIA കോടതി ഇതിൽ എടുക്കുക എന്നതാണ് പ്രധാന നമ്മൾ പരിശോധിക്കുന്നത്. കാരണം സെഷൻസ് കോടതിയിൽ അടക്കം പ്രോസിക്യൂഷൻ ശക്തമായ എതിർപ്പ് ഉന്നയിച്ചതിന് പിന്നാലെ ഇത് തങ്ങളുടെ പരിധിയിൽ വരുന്നൊരു വിഷയമല്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു NIA കോടതിയിലേക്ക് ഈ കേസുമായി പോകാൻ സെഷൻസ് കോടതി നിർദ്ദേശിച്ചത്. എന്തായാലും അനുകൂല വിധി ഉണ്ടാകുമെന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്നത്. വലിയ രീതിയിലുള്ള കാത്തിരിപ്പിൽ ഇന്ന് അവസാനം ഉണ്ടാകുമെന്ന് എല്ലാവരും വിചാരിക്കുന്നു. വന്ദന സിസ്റ്റർ സഹോദരൻ അടക്കം ഇവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇടത് MP-മാർ എത്തിയിട്ടുണ്ട്. അല്പസമയം മുമ്പ് BJP സംസ്ഥാന ഉപാധ്യക്ഷൻ ഷോൺ ജോർജ് ജയിലിലേക്ക് എത്തിയിട്ടുണ്ട്. അദ്ദേഹം കന്യാസ്ത്രീകളുമായി കാണുകയാണ്. എന്തായാലും രാജീവ് ചന്ദ്രശേഖർ, അതുപോലെ തന്നെ UDF MLA-മാർ, അതുപോലെ തന്നെ സംസ്ഥാനത്തുള്ള MLA-മാർ അടക്കമുള്ളവർ എത്തിയിട്ടുണ്ട്. എന്തായാലും ശക്തമായ കാത്തിരിപ്പ്, അതുപോലെ തന്നെ ഈ കന്യാസ്ത്രീകളുടെ മോചനത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് തന്നെ തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും അല്പസമയത്തിനകം തന്നെ NIA കോടതിയിൽ നിന്ന് ഒരു വിധി ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ധന്യ.
യെസ്, അതാണ് അരവിന്ദ് പറഞ്ഞതുപോലെ അല്പസമയത്തിനകം വിധി ഉണ്ടാകും. വിധി 8-9 ദിവസമായി ജയിലിൽ കഴിയുകയാണ്, സെൻട്രൽ ജയിലിൽ കഴിയുകയാണ് കന്യാസ്ത്രീകൾ. അതുമല്ല, കുറ്റവാളികൾക്കൊപ്പം അന്യായമായി തടങ്കലിൽ വെച്ചിരിക്കുന്നു കന്യാസ്ത്രീകളെ എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. കാരണം നിർബന്ധിത മതപരിവർത്തനം ഇവർ നടത്തിയിട്ടില്ല. നടത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ അതിന് തെളിവുകൾ കോടതിയിൽ ഹാജരാക്കാൻ ഇല്ലെങ്കിൽ ബോധ്യപ്പെടുത്താൻ പ്രോസിക്യൂഷന് സാധിച്ചിരുന്നില്ല. അത്തരത്തിൽ നോക്കുമ്പോൾ നിർബന്ധിത മതപരിവർത്തനമായിരുന്നില്ല എന്ന മൊഴികൾ ഈ പെൺകുട്ടികളും നൽകിയിട്ടുണ്ട്. നേരത്തെ തന്നെ അവരത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അവരെ ആക്രമിച്ചു എന്ന പേരിൽ ബജ്രംഗ് ദളിനെതിരെ പരാതിയുമായും പെൺകുട്ടികൾ നീങ്ങുന്നുണ്ട്. ഈ സാഹചര്യത്തിലൊക്കെയാണ് അന്യായമായി ഈ 2 കന്യാസ്ത്രീകളെ തടങ്കലിൽ വെച്ചിരിക്കുന്നത്. BJPയുടെ നിലപാടാണ് അവിടെ നിർണായകമാകുന്നത്. സ്റ്റേറ്റ് കേരളം ഒരു നിലപാടിൽ നിൽക്കുന്നു, ഛത്തീസ്ഗഡ് മറ്റൊരു നിലപാടിലാണ് എന്നതിന്റെ തെളിവുകളും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ആ സാഹചര്യത്തിൽ ഏത് രീതിയിലായിരിക്കും കോടതിയിൽ നിന്ന് വിധി വരിക എന്നത് അറിയേണ്ടതുണ്ട്. ജാമ്യ ഹർജിയെ എതിർത്തുകൊണ്ട് സാങ്കേതികമായി മാത്രമാണ് സർക്കാർ ജാമ്യ ഹർജിയെ എതിർത്തത് എന്നൊക്കെ ഇന്നലെ BJPയുടെ പ്രതിനിധികൾ ഛത്തീസ്ഗഡിലേക്ക് പോയവർ പറയുന്നുണ്ടെങ്കിൽ പോലും അത് സാങ്കേതികം മാത്രമാണോ, സാങ്കേതികമാണെങ്കിൽ തന്നെ അതെങ്ങനെയായിരിക്കും ജഡ്ജി നിരീക്ഷിക്കുക എന്നൊക്കെയുള്ള കാര്യത്തിൽ വലിയ ആശങ്കകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അല്പസമയത്തിനകം ഉടൻ തന്നെ വിധി വരും. ജഡ്ജി ചേംബറിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. ഉടൻ വിധി വരും. കന്യാസ്ത്രീകൾ അകത്ത് തന്നെ സെൻട്രൽ ജയിലിൽ തന്നെ തുടരേണ്ട സാഹചര്യമാണോ എന്നുള്ളത് അനുസരിച്ചായിരിക്കും ഇനി നിയമ പോരാട്ടത്തിലേക്ക് എന്നാണ് മനസ്സിലാക്കുന്നത്. ഹൈക്കോടതിയെ സമീപിക്കുമെന്നാണ് ഇപ്പോൾ നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത്. പക്ഷേ ഇനി അഥവാ ജാമ്യം ലഭിക്കുകയാണെങ്കിൽ തന്നെ എത്തരത്തിലായിരിക്കും FIR റദ്ദാക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കേണ്ടതുണ്ട്. കാരണം ആ കേസിൽ ഒരു യാഥാർത്ഥ്യവുമില്ല, ഇല്ലെങ്കിൽ അതൊരു കെട്ടിച്ചമച്ച കേസാണ് എന്നുള്ള രീതിയിൽ വാദിച്ചുകൊണ്ട് ആ നിയമ പോരാട്ടം തുടരുമെന്നാണ്, FIR റദ്ദാക്കുന്നതുവരെ ആ പോരാട്ടം തുടരുമെന്നാണ് കേരളത്തിൽ നിന്നുള്ള MPകളും വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ ഇതിനെ രാഷ്ട്രീയമായിട്ട് വലിയ രീതിയിൽ BJP അവിടെ കോൺഗ്രസിനെതിരെ കൂടി ഉപയോഗിക്കുന്നുണ്ട് എന്നതിന്റെ തെളിവുകളും എക്സിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഒക്കെ ട്വീറ്റുകളായി പോസ്റ്റുകളായി ഒക്കെ പുറത്തു വരുന്നുണ്ട്. ഏത് തരത്തിലാണ് രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും ഒക്കെ അപമാനിക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ ആ കന്യാസ്ത്രീകളെ കൂടി അപമാനിക്കുന്ന തരത്തിൽ കയറിൽ പെൺകുട്ടികളെ കെട്ടിവലിക്കുന്ന രീതിയിലൊക്കെയുള്ള കാർട്ടൂണുകൾ വെച്ചുകൊണ്ടുള്ള പോസ്റ്റുകൾ BJP ഛത്തീസ്ഗഡ് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ സാഹചര്യം കൂടി കണക്കിലെടുത്താണെങ്കിൽ എന്തായിരിക്കും കോടതി വിധി എന്നുള്ളതിൽ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. കന്യാസ്ത്രീകൾ അകത്ത് തന്നെയാണോ ഇല്ലെങ്കിൽ പുറത്തേക്കോ ജാമ്യം ലഭിക്കുമോ എന്നുള്ള കാര്യം അല്പസമയത്തിനകം അറിയാൻ സാധിക്കും. കോടതി കേസ് പരിഗണിച്ചു തുടങ്ങിയെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അഭിഭാഷകരെല്ലാം കോടതിയിലെത്തി, ജഡ്ജ് ചേംബറിലെത്തിയിട്ടുണ്ട്. PR അരവിന്ദ് വീണ്ടും ചേരുന്നുണ്ട്. അരവിന്ദ്, ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് ആ വിധി അറിയാൻ ബാക്കിയുള്ളത്. 9ാം ദിവസത്തിൽ മോചനമുണ്ടാവുമോ കന്യാസ്ത്രീകൾക്ക് എന്നാണ് ഉറ്റുനോക്കുന്നത്. ഈ കേസിൽ ജാമ്യം ലഭിച്ചാലും ജാമ്യം ലഭിച്ചില്ലെങ്കിലും അത് വലിയ രീതിയിൽ രാഷ്ട്രീയപരമായിട്ട് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടും, വലിയ കോലാഹലങ്ങൾക്ക് കാരണമാകാനുള്ളൊരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. BJPയിലെ ആ സ്പ്ലിറ്റ്, 2 സ്റ്റേറ്റുകൾ തമ്മിലുള്ള ആ സ്പ്ലിറ്റ്, അത് ഏത് തരത്തിലായിരിക്കും? യെസ്, ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്കും അരവിന്ദിലേക്കും വരാം ഇടവേളയ്ക്ക് ശേഷം.